സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിജി ലോക്കർ ഉപയോഗിച്ച് നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഡിജിറ്റൽ കോപ്പി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഡിജി ലോക്കറിൽ നമുക്ക് റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡിജി ലോക്കറിൽ നമ്മൾ ലോഗിൻ ചെയ്ത് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഒരു ആധാർ കാർഡുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഡിജി ലോക്കറിൽ ഒരു സ്റ്റോറിംഗ് കപ്പാസിറ്റിയും അതേപോലെ ഡിജിറ്റൽ രേഖകൾ, ഗവൺമെൻറ് രേഖകൾ ഡിജി ലോക്കറിൽ ലഭിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് സജ്ജമാക്കി തന്നിട്ടുണ്ട്. അക്കൗണ്ട് ഇല്ലാത്തവർ digilokar.gov.in എന്നുള്ളത് ഏതെങ്കിലും ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വരുന്ന സ്ക്രീനാണ് ഈ കാണുന്ന ഹോം സ്ക്രീൻ. ഇതിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സ്ക്രീനിൽ നമുക്ക് ഡിജി ലോക്കറിൽ ലോഗിൻ ചെയ്യാനുള്ള മെത്തേഡുകളാണ്. 3 വിധത്തിൽ നമുക്ക് ഇത് ലോഗിൻ ചെയ്യാം. ഒന്ന് മൊബൈൽ ഫോൺ, യൂസർ നെയിം, അല്ലെങ്കിൽ ആധാർ നമ്പർ. ഞാനിപ്പോൾ മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണു. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ 6 ഡിജിറ്റ് പിന്ന് കൊടുത്തിട്ടുണ്ടാവും. ATM പിന്നും അതുപോലെ യോനോ അക്കൗണ്ടിൽ കൊടുക്കുന്ന പിൻ പോലെ ഒരു 6 ഡിജിറ്റ് പിൻ. അത് നമുക്ക് ഓർമ്മയുണ്ടാവണം. അല്ലെങ്കിൽ മറന്നുപോയി എന്നുണ്ടെങ്കിൽ താഴെ ഇവിടെ നമുക്ക് ഫോർഗെറ്റ് പിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ചോദിക്കും, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ചോദിക്കും. അതിൽ OTP വരും. നമുക്ക് പിന്നെ റീസെറ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും ഡിജി ലോക്കറിലേക്ക് പോവാം. ഡിജി ലോക്കറിൽ പോയിട്ട് നമ്മൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യണം. അത് ഞാൻ മൊബൈൽ നമ്പറിൻ്റെ ഓപ്ഷനാണ് ടിക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കുക, ആധാറുമായിട്ടുള്ള ബന്ധപ്പെട്ട മൊബൈൽ നമ്പറാണ് രജിസ്റ്റർ ചെയ്യുമ്പോഴും എവിടെയും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു മൊബൈൽ നമ്പർ കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിൻ ചോദിക്കും. ഇപ്പം ഞാൻ പിൻ അടിക്കാൻ പോകുന്നു. പിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ഞാൻ മുമ്പ് ലോഗിൻ ചെയ്തുകൊണ്ട് OTP ചോദിച്ചില്ല. അല്ലാത്ത പക്ഷം ഒരു OTP ചോദിക്കും. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഡിജി ലോക്കറിൽ ലോഗിൻ ചെയ്തു വരുന്ന ഹോം സ്ക്രീനാണ് ഈ കാണുന്നത്. നമുക്ക് മുകളിൽ കാണാം ഡിജി ലോക്കർ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എംബ്ലം കാണാം. റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഫോട്ടോ കാണും. പിന്നെ ലാംഗ്വേജ് ഏത് ഭാഷയെന്ന് ഇവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഷ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഉണ്ടോ എന്ന് അറിയില്ല. മലയാളം ഉണ്ട്. ഈ ഭാഷകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പാനലിൽ ഹോം, ഇഷ്യൂ ഡോക്യുമെന്റ്, സെർച്ച് ഡോക്യുമെന്റ്സ്, ഡ്രൈവ്, ഡിജി ലോക്കർ സർവീസ്, അബൌട്ട് ഡിജി ലോക്കർ, ആക്സസ് ഒമാൻ ഇങ്ങനെ പറഞ്ഞ ഓപ്ഷൻസ് കാണും. ഇതിൽ നമ്മൾ ഡിജി ലോക്കറിൽ ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റ്സ് കാണിക്കും. ഇഷ്യൂ ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ ആധാർ കാർഡ് ഇതിൽ വന്ന് കിടക്കുന്നുണ്ടാവും. പിന്നെ LPGയുടെ സബ്സ്ക്രിപ്ഷൻ BP വൗച്ചർ വന്നിട്ടുണ്ടാവും. പിന്നെ LPG സിലിണ്ടർ അടിച്ചതിൻ്റെ വന്നിട്ടുണ്ടാവും. പിന്നെ റേഷൻ കാർഡ് ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇതിലിപ്പോൾ റേഷൻ കാർഡ് ഒന്ന് കാണും. സാധാരണ കേസ് റേഷൻ കാർഡ് അതിൽ കാണില്ല. അങ്ങനെ അവസരത്തിൽ നമ്മൾ സെർച്ച് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഡോക്യുമെന്റ് ആണ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് ഈ സെർച്ച് വന്ന് ഈ ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ലെൻസിന്റെ പടം കണ്ട ബോക്സ് കണ്ടോ, അത് ടൈപ്പ് ചെയ്യുക. മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ മാർക്ക് ലിസ്റ്റ്, CBSE റിസൾട്ട് ആണെങ്കിൽ CBSE റിസൾട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ മാർക്ക് ലിസ്റ്റ്. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വരുന്ന മെനുവിൽ അത് ഓപ്ഷൻസിൽ അത് കാണുന്നതാണ്. ഇപ്പം നമ്മൾ അടിക്കാൻ പോകുന്നത് റേഷൻ കാർഡാണ്. റേഷൻ കാർഡ് നമ്മൾ റേഷൻ കാർഡിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഓരോ സ്റ്റേറ്റിൻ്റെയും റേഷൻ കാർഡും കാണാവുന്നതാണ്. നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഇത് കേരള സിവിൽ സപ്ലൈസ് എന്ന് പറഞ്ഞ് കാണും. അതിൻ്റെ എംബ്ലവും കാണാം. കണ്ടോ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ റേഷൻ കാർഡ് എന്ന ഒരു ഓപ്ഷൻ കാണും. നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന സ്ക്രീനിൽ നമ്മൾ റേഷൻ കാർഡിലുള്ള മെമ്പറുടെ ആധാറുള്ള പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടോ ഐ അപ്രൂവ്, ഇത് ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം ഗെറ്റ് ഡോക്യുമെൻ്റ് കൊടുക്കുക. അപ്പോൾ അടിയിൽ കാണും, ഒന്ന് വെയിറ്റ് ചെയ്യുക, നമുക്ക് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, അത് വരുന്നുള്ളൂ എന്നുള്ളത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എതിരെ ഇഷ്യൂ ഡോക്യുമെൻറ്റ്സിൽ നമ്മുടെ റേഷൻ കാർഡ് വന്നിട്ടുണ്ടാവും. റേഷൻ കാർഡിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അത് PDF ഫോർമാറ്റ് ആയിരിക്കും, അത് ഓപ്പണായി. അതിനുശേഷം ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കേസിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും സേവ് ചെയ്തിരിക്കുക. ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും ലഭ്യമാക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ 9745397722 എന്ന നമ്പറിൽ